ഹലോ കുട്ടീസ്, പൂ പറിക്കാൻ പോവാണേ. അപ്പൊ നിങ്ങളോർക്ക് ഇപ്പൊ എന്തിനാ പൂ ആവശ്യമുണ്ട്? ഇന്ന് ഞങ്ങക്ക് ഇവിടുന്ന് താലം പോണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. പൂത്താലമാണ് പോണേ. അപ്പൊ അതിന് കുറച്ച് പൂവും പറിക്കണം. പിന്നെ അമ്മൂസിന് തലയിൽ ചൂടാനും കുറച്ച് പൂ പറിക്കണം. സാധാ എല്ലാ വർഷവും അരി ഒക്കെ വെച്ചാട്ടാ, അരി, നെല്ല്, മലര് അങ്ങനെയുള്ള സാധനം കൊണ്ട് താലം പോവാറ്. പക്ഷെ ഈ വർഷം പൂത്താലം മതി എന്ന് അമ്പലത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പൂ പറിക്കണം. ഇറങ്ങും പോകണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് പൂവൊക്കെ. പിന്നെ കുറച്ച് പൂ ഞാൻ തറവാട്ടിൽ പോയി പറിച്ചു. അമ്മൂസിന് തലയിൽ ചൂടാനായിട്ട് കനകാമ്പരം ഇവിടെ 2-3 ഉള്ളു. അതൊക്കെ ഞാൻ തറവാട്ടിൽ നിന്ന് പറിച്ചിട്ട് വന്നു. അപ്പോഴാണ് ഇതേ ഒരു ബട്ടർഫ്ലൈ ഇതിലൊക്കെ കയറി ഇറങ്ങി നടക്കണം. അപ്പൊ അതിനെ കുറച്ചു നേരം വീഡിയോ ഒക്കെ എടുത്തിട്ടോ. അതായത് അവിടെ തന്നെ ചിറ്റിയും പറ്റിയും നടക്കുമായിരുന്നു. നല്ല രസമുണ്ട് നടക്കണം കാണാനായിട്ട്. അപ്പൊ പൂ പറിച്ചിട്ട് ഇപ്പോഴേ കെട്ടി വെച്ചാലാണ് വൈകിട്ടത്തേക്ക്, അല്ലെങ്കിൽ ആ നേരം ആകുമ്പോ അതിന് വേണ്ടി കിടന്ന് തിരക്കെടുക്കണമല്ലോ. ഇവിടെ ഇത്രയും പൂവുള്ളൂ കേട്ടോ. അമ്മൂസിന് ചൂടാനായിട്ട് കുറച്ച് പൂവ് വേണം. അതിന്ന് പിന്നെ താലത്തിലിടാനും പൂ മതി. ഞങ്ങൾക്ക് അധികം പൂവിന്റെ ആവശ്യമില്ല. അമ്മൂന് തലയിൽ ചൂർന്ന് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ ആദ്യം മുല്ലപ്പൂ വാങ്ങിക്കാന്ന് ഓർത്തേ. പിന്നെ ഞാൻ ഓർത്ത് ഇവിടെ പൂവുണ്ടല്ലോ, അപ്പൊ അത് കെട്ടിക്കൊടുക്കാന്ന്. പിന്നെ അപ്പുറത്ത് പറമ്പിൽ മേലിൽ കുറച്ച് പൂ നിൽക്കണുണ്ട്, കനകാമ്പരം. അത് പറിക്കാന്ന് ഓർത്താണ് നോക്കിയത്. പക്ഷെ എനിക്ക് കൈ എത്തണുണ്ടായില്ല. കന്നല ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്, കണ്ടോ, ഇത്രയും കിട്ടി. അപ്പൊ ഞാൻ പിന്നെ ഓർത്ത് ഒരു ഇലയും കൂടി വെട്ടിയെടുത്തിട്ട് ആ ഇലയിൽ ഇട്ടിട്ട് കെട്ടാന്ന്. പണ്ട് പൂ കെട്ടി നല്ല പരിചയമുണ്ട് കേട്ടോ. സ്കൂളിൽ പഠിച്ചിട്ടിരുന്ന സമയത്ത് ഈ പൂവൊക്കെ കെട്ടി തലയിൽ ചൂടിക്കൊണ്ടായിരുന്നു ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൂ കെട്ടാൻ ഞാൻ പഠിച്ചു ചെറുതിലായനെ. അപ്പൊ ഇല വെട്ടിയപ്പോ അതേ കണ്ണപ്പന് ഇലയെ ചോറിഞ്ഞണമെന്ന് പറഞ്ഞ് അന്നേ ഓർത്ത് കണ്ണപ്പന് ഇലയെ ചോറ് കൊടുത്തേക്കാം. അവന് ഈ വാഴയില കണ്ട അങ്ങനെ അവന് വാഴയിലെ ചോറിഞ്ഞണം. അപ്പൊ ഞാൻ അവന് കുറച്ച് ചോറും കറിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പൂ കെട്ടാനായിട്ട് ഇരുന്ന്. അപ്പം ചോറ് നിന്നിട്ട് എഴുന്നേക്കണമ്പോ പൂ കെട്ടി കഴിയണം. അല്ലെങ്കിൽ അവൻ വന്ന് ഇത് മൊത്തം വാരി വലിച്ചെറിഞ്ഞ് കളയും. അവൻ അങ്ങനെ പൂ കണ്ടു കഴിഞ്ഞാൽ അവന് വാരണം. എന്നിട്ട് പിന്നെ അത് കൊണ്ട് കളിയായിക്കോളൂ പണി. അപ്പൊ ഞാൻ അതുകൊണ്ട് ഇച്ചിരി വേഗം കെട്ടുവാണ്. അവന്റെ ചോറ് കെട്ട് കഴിയണേനും എന്റെ പൂ കെട്ടല് കഴിയണം. അല്ലെങ്കിൽ പൂവിന്റെ പണിയും കഴിഞ്ഞട്ടോ. പിന്നെ അമ്മൂസിനും ചൂടാൻ പൂവുണ്ടാവില്ല, താലത്തിൽ വെക്കാനും പൂവുണ്ടാവില്ല. അവൻ ആ കോലാക്കി തരും. അപ്പൊ ഞാൻ വേഗം കെട്ടിക്കൊണ്ടിരിക്കുക. പൂ കെട്ടി കഴിഞ്ഞ് ഇനി താലത്തിനുള്ള പ്ലേറ്റും കൂടി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്റെ പണി കഴിഞ്ഞ്. പിന്നെ അമ്മൂസ് വന്നു കഴിയുമ്പോ പിന്നെ അമ്മൂസിനെ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ആദ്യം പണികളൊന്നും ഉണ്ടാവൂല. ഇന്നത്തെ വീഡിയോ ഇത്രയല്ല കേട്ടോ. ഓക്കെ, ബൈ.